പ്രിയമുള്ളവരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് +2 എക്കണോമിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്നതിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഒന്നാം ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദമായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ മറ്റോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് പോകാം. നമുക്ക് ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, PPC. ഇതിനെ മലയാളത്തിലെ ഉൽപ്പന്ന സാധ്യതാ വക്രം എന്നും പറയാറുണ്ട്. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ PPC? ഇറ്റ് റെഫേഴ്സ് ടു എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് that can be produced with a given resources and technology. It also known as production possibility frontier. ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും പൂർണ്ണമായി ഉപയോഗിച്ച് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ വിവിധ കോമ്പിനേഷനുകൾ സംയോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഒരു രേഖാചിത്രമാണ് PPC അഥവാ ഉൽപ്പന്ന സാധ്യതാ വക്രം. ഒന്നുകൂടി വ്യക്തതക്കായി ഒരു ഉദാഹരണത്തിലേക്ക് പോകാം. താഴെ ഒരു ഷെഡ്യൂൾ, ഒരു പട്ടിക കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് രണ്ട് ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു വശത്ത് ഗൺ ഉൽപ്പാദിപ്പിക്കുന്നു, മറുവശത്ത് ബട്ടർ ഉൽപ്പാദിപ്പിക്കുന്നു. എൻ്റെ പരമാവധി വിഭവങ്ങൾ, കൈവശമുള്ള വിഭവങ്ങൾ, സമ്പാദ്യങ്ങൾ, ടെക്നോളജി, ഇവ ഗൺ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഞാൻ വിനിയോഗിക്കുകയാണെങ്കിൽ എനിക്ക് പരമാവധി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക 21 ഗണ്ണാണ്. എന്നാൽ അതേസമയം ബട്ടറിൻ്റെ അളവ് 0 ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ കോമ്പിനേഷൻ, A എന്ന കോമ്പിനേഷനിൽ കാണിച്ചിരിക്കുന്നത്. ഇനി എൻ്റെ പരമാവധി വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ബട്ടർ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഞാൻ വിനിയോഗിക്കുകയാണെങ്കിൽ എനിക്ക് 6 യൂണിറ്റ് ബട്ടറാണ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. അതേസമയം ഗണ്ണിൻ്റെ അളവ് 0 ആയിരിക്കും. ഇതാണ് അവസാനത്തെ കോമ്പിനേഷനിൽ കാണിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ബട്ടറും ഗണ്ണും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഇതേ വിഭവങ്ങളും ഇതേ സാങ്കേതിക ഉപയോഗിച്ച്, അഥവാ നമ്മുടെ സാങ്കേതിക വിദ്യയുടെയും വിഭവങ്ങളുടെയും പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ബട്ടറും ഗണ്ണും ഉൾപ്പെടുന്ന വിവിധ കോമ്പിനേഷനുകളുണ്ട്. ഇപ്പോൾ B, C, D, E, F എന്നീ കോമ്പിനേഷനുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് ബട്ടറും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, ഗണ്ണും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. എല്ലാ കോമ്പിനേഷനുകളും നമ്മുടെ വിഭവങ്ങളുടെ പരമാവധി ഉപയോഗം കൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഷെഡ്യൂളിനെ നമ്മളൊരു രേഖാചിത്രത്തിലേക്ക് മാറ്റുമ്പോഴാണ് PPC ആയി മാറുന്നത്. ഇനി നമുക്ക് ഗ്രാഫിലേക്ക് പോകാം. അതിനകത്ത് X അക്ഷത്തിൽ ബട്ടറാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, Y അക്ഷത്തിൽ ഗണ്ണം. ഓരോന്നിൻ്റെയും അളവ് അതാത് അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ ഷെഡ്യൂളിൽ കാണിച്ചിരിക്കുന്ന, പട്ടികയിൽ കാണിച്ചിരിക്കുന്ന ഓരോ കോമ്പിനേഷനും പ്ലോട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് A, B, C, D, E, F, G വരെയുള്ള കോമ്പിനേഷൻസ് കിട്ടുന്നു. ഈ കോമ്പിനേഷനുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു രേഖാചിത്രം വരച്ചിരിക്കുന്നു കോൺകേവ് ആകൃതിയിൽ. ഇതാണ് PPC എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ അകത്തും പുറത്തുമുള്ള വിവിധ കോമ്പിനേഷനുകൾ, പോയിന്റുകൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പരിശോധിക്കാം. ഇതിനകത്ത് ഗുഡ് 1ൻ്റെയും ഗുഡ് 2ൻ്റെയും 3 കോമ്പിനേഷനുകളാണ് നൽകിയിട്ടുള്ളത്, A, B, C. A എന്ന കോമ്പിനേഷൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഉള്ളിലാണ്. അത് സൂചിപ്പിക്കുന്നത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിനെയാണ്, അഥവാ വിഭവങ്ങൾ മതിയായ രീതിയിൽ, ലഭ്യമായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. B എന്ന കോമ്പിനേഷൻ PPCയിൽ തന്നെയാണ്. ആയതിനാൽ വിഭവങ്ങളെ ആ കോമ്പിനേഷൻ ഉൽപ്പാദിപ്പിക്കാൻ പരമാവധി ഉപയോഗിച്ചിരിക്കുന്നു, ഫുൾ ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം. മൂന്നാമത്തെ പോയിന്റ് C, അത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ പുറത്താണ്. ഇതിനർത്ഥം അൺഅറ്റൈനബിൾ കോമ്പിനേഷൻ ആണെന്നാണ്. നിലവിലെ വിഭവങ്ങൾ വെച്ചുകൊണ്ട്, സാങ്കേതിക വിദ്യ വെച്ചുകൊണ്ട് ഉൽപ്പാദകന് ഈ കോമ്പിനേഷൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല എന്നർത്ഥം. ഇനി നമ്മൾ പരിശോധിക്കുന്നത് PPCയിലെ ഷിഫ്റ്റാണ്. PPC മുകളിലേക്കും ഷിഫ്റ്റ് ചെയ്യാം, താഴേക്കും ഷിഫ്റ്റ് ചെയ്യാം. വിഭവങ്ങൾ വളരുമ്പോഴാണ് PPC മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ഉൽപ്പാദനശേഷി വർദ്ധിച്ചു എന്നതാണ്. ഇനി വിഭവങ്ങളുടെ അളവിൽ കുറവ് വരുമ്പോൾ PPC കർവ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതിനർത്ഥം അവിടെ വളർച്ച കുറഞ്ഞു എന്നതാണ്.
ഇവിടെ PPCയുടെ ഷിഫ്റ്റിൻ്റെ ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട്. AB എന്നതാണ് ഒറിജിനൽ PPC. എന്നാൽ വിഭവങ്ങൾ വളർന്നപ്പോൾ നമ്മുടെ ഉൽപ്പാദനശേഷി വർദ്ധിച്ചു. സ്വാഭാവികമായിട്ടും PPC മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. A1 B1 എന്ന് പറയുന്ന ഇവിടെ ഡോട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ള ഒരു കർവ് പുതിയതായിട്ട് വന്നു. അതിനർത്ഥം സാമ്പത്തികമായിട്ട് വിഭവങ്ങളുടെ കാര്യത്തിൽ വലിയ വളർച്ചയുണ്ടായിട്ടുണ്ട് എന്നതാണ്. ഇനി എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ അവസര ചെലവ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ഗോൺ. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപേക്ഷിക്കേണ്ടി വന്ന ഏറ്റവും നല്ല ഉൽപ്പന്നം ഏതാണോ ആ ഉൽപ്പന്നത്തിൻ്റെ ചെലവാണ് ഈ പ്രോഡക്റ്റിൻ്റെ അവസര ചെലവ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിലേക്ക് വരാം. നിങ്ങളൊരു കോളേജ് വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കോളേജിൽ അറ്റൻഡ് ചെയ്യാതെ ഒരു വർഷം നിങ്ങൾ ജോലിക്ക് പോയാൽ 20,000 രൂപ കിട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് 20,000 രൂപ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വന്ന അവസര ചെലവ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോളേജ് വിദ്യാഭ്യാസമാണ്. നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഉപേക്ഷിച്ചത് കോളേജ് വിദ്യാഭ്യാസമാണ്. ഇവിടെ നിങ്ങളുടെ അവസര ചെലവ് അഥവാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ദ കോസ്റ്റ് ഓഫ് അറ്റൻഡിങ് കോളേജ്. ഇനി എന്താണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പരിശോധിക്കാം, അഥവാ MOC. ഇറ്റ് ഈസ് ദ അഡീഷണൽ കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് എ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഗുഡ് സാക്രിഫൈസ്ഡ് ടു പ്രൊഡ്യൂസ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് അതർ ഗുഡ്. നമ്മൾ 2 ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നെന്ന് വിചാരിക്കുക. ഗുഡ് 1, ഗുഡ് 2. ഗുഡ് 1ൻ്റെ 1 യൂണിറ്റ് നമുക്ക് അധികം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഗുഡ് 2ൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരും. ഗുഡ് 1ൻ്റെ എത്ര കണ്ട് അളവ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നോ അത്ര കണ്ട് ഗുഡ് 2ൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരും. ഇങ്ങനെ ഗുഡ് 1 കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപേക്ഷിച്ച ഗുഡ് 2ൻ്റെ അളവാണ് ശരിക്കും മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇനി MOC എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. നിങ്ങൾ ഗുഡ് Xഉം ഗുഡ് Yയും ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ MOCയുടെ ഇക്വേഷൻ ഇതാണ്: ഡെൽറ്റ Y ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ചിനെ കാണിക്കുന്ന ഒരു സിമ്പലാണ്. അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഗുഡ് എക്സ് അല്ലെങ്കിൽ ഗുഡ് 1. ഡെൽറ്റ Y എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഗുഡ് 2 അല്ലെങ്കിൽ ഗുഡ് Y. ഇനി മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തൊരു പട്ടിക പരിശോധിക്കാം. അതിനകത്ത് 2 ഗുഡ്സാണ് എടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ഗുഡ് വീറ്റ്, രണ്ടാമത്തത് മെഷീൻസ്. ഇതിൽ ഒരു യൂണിറ്റ് വീറ്റ് അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ മെഷീൻസിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരുന്നുണ്ട്. ഉദാഹരണം 0ൽ നിന്നും 1ലേക്ക് ഗുഡ് 1ൻ്റെ വീറ്റിൻ്റെ അളവ് കൂട്ടുമ്പോൾ മെഷീൻ്റെ അളവ് 15 നിന്നും 14 ആയിട്ട് ചുരുങ്ങുന്നു. അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് മെഷീനാണ്. വീറ്റിൻ്റെ അളവ് 1 യൂണിറ്റിൽ നിന്നും 2ലേക്ക് വർദ്ധിക്കുമ്പോൾ മെഷീൻ്റെ അളവ് 14 യൂണിറ്റിൽ നിന്നും 12 ആയിട്ട് കുറയുന്നു. സ്വാഭാവികമായിട്ടും അവിടെ MOC മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഇങ്ങനെ നമ്മൾ ഗുഡ് 1 അഥവാ വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ടി വന്ന മെഷീൻ്റെ അളവാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഫോർമുല ഉപയോഗിച്ച് കണ്ടെത്താനാകും. അതോടൊപ്പം തന്നെ നമുക്ക് മിയർ ഒബ്സർവേഷനിലൂടെയും കണ്ടെത്താൻ പറ്റും. MOCയുടെ സ്വഭാവം അനുസരിച്ച് PPCയുടെ ഷേപ്പ് ചേഞ്ച് ചെയ്യും. MOC ഇൻക്രീസിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ PPCയുടെ ഷേപ്പ് കോൺകേവ് ആകൃതിയിലായിരിക്കും. തൊട്ട് മുമ്പത്തെ ഉദാഹരണത്തിലേക്ക് നോക്കാം. അവിടെ MOC ഇൻക്രീസിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. 1, 2, 3, 4, 5. അങ്ങനെയാണെങ്കിൽ PPCയുടെ ഷേപ്പ് കോൺകേവ് ആകൃതിയിലായിരിക്കും. ഇതിൽ ഒന്നാമത്തെ ചിത്രം കാണിച്ചതുപോലെ. ഇനി MOC ഡിക്രീസിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ PPCയുടെ ഷേപ്പ് കോൺവെക്സ് ആകൃതിയിലായിരിക്കും. ഇനി MOC കോൺസ്റ്റൻ്റ് ആണ്, മാറ്റമില്ലാത്തതാണെങ്കിൽ PPCയുടെ ഷേപ്പ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇതാണ് ഷേപ്പും PPCയുടെ ഷേപ്പും MOCയും തമ്മിലുള്ളൊരു റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ലോകത്തെ വ്യത്യസ്തമായ എക്കണോമിക് സിസ്റ്റംസിനെ കുറിച്ചും അതിൽ എങ്ങനെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ അഥവാ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി എടുക്കുന്നത് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി അഥവാ സോഷ്യലിസ്റ്റ് എക്കോണമിയാണ്. ഒരു സോഷ്യലിസ്റ്റ് എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ
മീൻസ് ഓഫ് പ്രൊഡക്ഷനും അഥവാ ഉൽപാദന വിഭവങ്ങളും കൈവശം വെക്കുന്നത് ഗവൺമെൻറ് ആയിരിക്കും. എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം തുടങ്ങിയ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എക്കണോമിക് പ്ലാനിങ്ങിലൂടെ ഗവൺമെൻറ് ആയിരിക്കും. അഥവാ പ്ലാനിംഗ് അതോറിറ്റിയോ ഗവൺമെൻറ്റോ ആയിരിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എക്കണോമിക് പ്ലാനിംഗ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ അത് തന്നെയാണ്, എക്കണോമിക് പ്ലാനിംഗ്. പിന്നീട് ഇത് ഉദ്ദേശിക്കുന്നത് സോഷ്യലിസം പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത് വെൽഫെയർ ആണ്, ക്ഷേമമാണ് ലക്ഷ്യമിടുന്നത്. പബ്ലിക് സെക്ടറാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പബ്ലിക് സെക്ടർ മാത്രമുള്ളൊരു വ്യവസ്ഥയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും അവസാനത്തത് കളക്റ്റീവ് ഓണർഷിപ്പാണ്. എല്ലാവർക്കും തുല്യമായ ഓണർഷിപ്പാണ് അവർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൈവശം വെക്കുന്നു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് മാർക്കറ്റ് എക്കോണമിയാണ്. ഇതിനെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ സിസ്റ്റത്തിൽ, ഈ സമ്പ്രദായത്തിൽ സ്വകാര്യ വ്യക്തികളാണ് രാജ്യത്തെ ഉൽപാദനോപാധികൾ, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന വിഭവങ്ങൾ കൈവശം വെക്കുന്നത്. ഇവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളായ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്ന വിഷയങ്ങൾ പരിഹരിക്കുന്നത് പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ്. എന്താണ് പ്രൈസ് മെക്കാനിസം? ഡിമാൻഡ്, സപ്ലൈ തുടങ്ങിയ അദൃശ്യ ശക്തികൾ വില നിശ്ചയിക്കുന്ന രീതിയാണ്, മാർക്കറ്റിൽ വില നിശ്ചയിക്കുന്ന രീതിയാണ് പ്രൈസ് മെക്കാനിസം. പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, ക്യാപിറ്റലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അഥവാ സ്വകാര്യ സ്വത്ത്. മറ്റൊന്ന് പ്രൈസ് മെക്കാനിസം, അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രോഫിറ്റ് മോട്ടീവ്, ലാഭമാണ് ക്യാപിറ്റലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസ്, ഏത് സ്ഥാപനങ്ങൾക്കും പ്രൈവറ്റ് വ്യക്തികൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യമാണ്, ഗവൺമെൻറ് കൺട്രോൾ മുക്തമാണ് അവിടെ. മൂന്നാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് മിക്സഡ് ഇക്കോണമിയാണ്. ഇതിനകത്ത് സോഷ്യലിസത്തിൻ്റെയും ക്യാപിറ്റലിസത്തിൻ്റെയും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ സിസ്റ്റം എന്ന് പറയുന്നത് അതിനകത്ത് സ്വകാര്യ വ്യക്തികളും ഗവൺമെൻറ്റും കൂടെയാണ് പ്രധാനപ്പെട്ട ഉൽപാദന വിഭവങ്ങൾ, ഉൽപാദനോപാധികളൊക്കെ കൈവശം വെച്ച് പോകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഒരുപോലെ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രൈസ് മെക്കാനിസം അത് ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചറാണ്. എക്കണോമിക് പ്ലാനിങ് അത് സോഷ്യലിസത്തിൻ്റെ ഫീച്ചറാണ്. ഇത് രണ്ടും മിക്സഡ് ഇക്കോണമിയിലുണ്ടാവും. പിന്നെ വെൽഫെയർ മോട്ടീവാണ് പ്രധാനമായിട്ടും ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. പക്ഷെ പ്രോഫിറ്റ് മോട്ടീവായിരിക്കും സ്വകാര്യ വ്യക്തിയുടെ ലക്ഷ്യം. ഇത് രണ്ടും മിക്സഡ് ഇക്കോണമിയിൽ ഉണ്ടായിരിക്കും. സാമ്പത്തിക ശാസ്ത്രത്തിലെ രണ്ട് വിശകലന രീതികളാണ് പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സും. ഇവ എന്താണെന്ന് പരിശോധിക്കാം. പോസിറ്റീവ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് വാട്ട് ഈസ്, എന്താകുന്നു എന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പോസിറ്റീവ് എക്കണോമിക്സ് കൈകാര്യം ചെയ്യുന്നത്. ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താകുന്നു എന്ന് പറയും, പക്ഷെ അതിൻ്റെ മെറിറ്റോ ഡീമെറിറ്റോ പോസിറ്റീവ് എക്കണോമിക്സിൽ കൈകാര്യം ചെയ്യുന്നില്ല. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ഹൈ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ വളരെ കൂടുതലാണ്. അവിടെ പറഞ്ഞു നിർത്തുകയാണ്. അതിൻ്റെ ഗുണമോ ദോഷമോ പോസിറ്റീവ് സെൻറ്റൻസിൽ അല്ലെങ്കിൽ പോസിറ്റീവ് എക്കണോമിക്സിൽ ചർച്ച ചെയ്യുന്നില്ല. നേരെ മറിച്ച് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഓട്ട് ടു ബി എന്നതാണ്. അതായത് ഒരു വിഷയം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയുന്നതാണ് നോർമേറ്റീവ് എക്കണോമിക്സ്. അതൊരു ആക്ഷൻ്റെ റിസൾട്ട് പറയും, കോൺസിക്വൻസസ് പറയും, കൂടെ അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും പറയും. ഇതാണ് നോർമേറ്റീവ് എക്കണോമിക്സിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് ഹൈ ഇൻ ഇന്ത്യ, ഇറ്റ് അഫക്ട്സ് എക്കണോമിക് ഗ്രോത്ത്. ഇന്ത്യയിലെ ജനസംഖ്യ വളർച്ച വളരെ കൂടുതലാണ്. ഇറ്റ് അഫക്ട്സ് എക്കണോമിക് ഗ്രോത്ത്, ഇത് സാമ്പത്തിക വളർച്ചയെ ബാധിക്കുന്നു. ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ഇന്ത്യയിലെ ജനസംഖ്യ കൂടുതലാണ്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഡീമെറിറ്റ് കൂടെ പറയുന്നു. ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ച സ്വാഭാവികമായിട്ടും സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തും അല്ലെങ്കിൽ ബാധിക്കും എന്നുകൂടെ പറയുന്നു. അപ്പോൾ അത് നോർമേറ്റീവ് സെൻറ്റൻസ് ആയി. പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് ഹൈ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് നിർത്തും. അതിൻ്റെ മെറിറ്റോ ഡീമെറിറ്റോ ചർച്ച ചെയ്യില്ല. ഇനി ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഭാഗമായ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന ഭാഗം പരിശോധിക്കാം. എന്താണ് മൈക്രോ എക്കണോമിക്സ്? മൈക്രോ എന്ന് പറയുന്ന വാക്ക് മൈക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതിൻ്റെ അർത്ഥം സ്മോൾ എന്നാണ്, ചെറുത്. അഥവാ
വസ്തുതകളെ ഇൻഡിവിജ്വലായിട്ട് എടുത്ത് പഠിക്കുമ്പോഴാണ് അത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയിട്ട് എടുത്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ സ്പെസിഫിക് യൂണിറ്റ് ആയിട്ട് എടുത്ത് പഠിക്കുന്നത് കൊണ്ടാണ് മൈക്രോ എക്കണോമിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ മാക്രോ എക്കണോമിക്സ് അങ്ങനെയല്ല. മാക്രോ എക്കണോമിക്സ് സമ്പദ് വ്യവസ്ഥയെ മൊത്തമായിട്ട് എടുത്തു പഠിക്കുന്നു. ഇറ്റ് ടേക്സ് ദ എക്കണോമി ആസ് എ ഹോൾ. മാക്രോ എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം അത് മാക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതിൻ്റെ അർത്ഥം ലാർജ് എന്നതാണ്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഇൻകം ആണെങ്കിൽ അത് മൈക്രോ എക്കണോമിക്സിൽ വരും. എന്നാൽ രാജ്യത്തെ ദേശീയ വരുമാനമാണെങ്കിൽ അത് മാക്രോ എക്കണോമിക്സിൽ വരും. വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം എടുത്താൽ, ഒരു മരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് മൈക്രോയുടെ ഭാഗമാണ്. എന്നാൽ ഫോറസ്റ്റിനെ മൊത്തമായിട്ട് എടുത്ത് പഠിക്കുമ്പോൾ അത് മാക്രോ ആയിട്ട് വരുന്നു. ഈ ഭാഗം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ചാൽ അതിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൈക്രോ എക്കണോമിക്സ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെയാണ് പരിഗണിക്കുന്നത്. എന്നാൽ മാക്രോ എക്കണോമിക്സ് ദാറ്റ് കൺസിഡർ ദ എക്കോണമി ആസ് എ ഹോൾ, സമ്പദ് വ്യവസ്ഥയെ മൊത്തമായിട്ട് പരിഗണിക്കുന്നു. മൈക്രോ എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ടൂൾസ് എന്ന് പറയുന്നത് ഡിമാൻഡും സപ്ലൈയുമാണ്. അതേസമയം മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ അത് ആഗ്രിഗേറ്റ് ഡിമാൻഡും ആഗ്രിഗേറ്റ് സപ്ലൈയും മാറുന്നു. ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ മൊത്തം ഡിമാൻഡ്, ടോട്ടൽ ഡിമാൻഡ് എന്നർത്ഥം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, പ്രത്യേകിച്ച് മൈക്രോ എക്കണോമിക്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ടു ഡിറ്റർമൈൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഓർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ഘടകങ്ങളുടെയും അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും വില നിശ്ചയിക്കുക എന്നതാണ് അതിൽ ചെയ്യുന്ന കാര്യം. എന്നാൽ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ദാറ്റ് ഡിറ്റർമൈൻ ദ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓഫ് എ കൺട്രി ആൻഡ് എക്കോണമി, ഒരു സമ്പദ് വ്യവസ്ഥയിലെ വരുമാനവും തൊഴിലും നിശ്ചയിക്കുക എന്നതിലേക്ക് അത് മാറുന്നു. ഇനി പ്രധാനമായിട്ടും മൈക്രോ എക്കണോമിക്സിൻ്റെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രൈസ് തിയറി എന്ന്. അത് മാക്രോ എക്കണോമിക്സിന് അറിയപ്പെടുന്ന പേരുകളാണ് ഇൻകം തിയറി, എംപ്ലോയ്മെൻറ്റ് തിയറി എന്നൊക്കെ. പ്രധാനമായിട്ടും നമുക്ക് രണ്ട് ഉദാഹരണം എടുത്ത് നോക്കാം. ഇൻഡിവിജ്വൽ ഇൻകം, ഇൻഡിവിജ്വൽ ഇൻപുട്ട്, ഡിമാൻഡ് ഓഫ് ആൻ ഹൗസ് ഹോൾഡ്, കൺസംഷൻ ഓഫ് എ പർട്ടിക്കുലർ ഫാമിലി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് മൈക്രോ എക്കണോമിക്സ് ആണ്. മൈക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ നാഷണൽ ഇൻകം, GDP, ആഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് മാക്രോ എക്കണോമിക്സ് ആണ്. കാരണം അത് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ മൊത്തമായിട്ട് എടുത്ത് പരിശോധിക്കുന്നു.